സഗ മഗരി സനിധനിധ പസ. പ്രഭാകരൻ ഉദിച്ചുയർന്നു തൻ പ്രഭയോടെ വിളങ്ങുമീ പ്രഭാതം. പ്രഭാകരൻ ഉദിച്ചുയർന്നു തൻ പ്രഭയോടെ വിളങ്ങുമീ പ്രഭാതം. പ്രഭാതകാലേ വണങ്ങുന്നു ഞാൻ പ്രഭയേറുമെൻ നാഥനെ. പ്രാർത്ഥനാ നിരതനായി നിൽപ്പു ഞാൻ നാഥനെ. പ്രാർത്ഥനാ നിരതനായി നിൽപ്പു ഞാൻ നാഥനെ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. ദൈവത്തിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വചനചിന്തയ്ക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 42-ാം വാക്യം വായിക്കുന്നു. തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് യജമാനൻ തന്റെ വേലക്കാരുടെ മേലാക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗൃഹവിചാരകൻ ആർ. മനോഹരമായ ഒരു പുതിയ ദിവസം കൂടി സൃഷ്ടാവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയല്ലോ. മനുഷ്യ ജീവിതവും അവന് ലഭിച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ദൈവീക ദാനങ്ങൾ എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത് ഒരേ രീതിയിലല്ല. എന്നാൽ ലഭിച്ചതിനെല്ലാം ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടുന്ന ഒരു ദിവസം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. നാം ഇന്ന് വായിച്ച വേദഭാഗത്ത് യജമാനനും കാര്യവിചാരകനും തമ്മിലുള്ള ബന്ധത്തെയാണ് കർത്താവ് ഏറ്റവും വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടുന്ന ജോലികളും ചുമതലകളും ഏറ്റവും കൃത്യതയോടെ ചെയ്യുമ്പോഴാണ് നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായിത്തീരുന്നത്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സമ്പത്തും കഴിവുകളും മറ്റുള്ളവരുടെ നന്മയ്ക്കായി നാം ചിലവിടേണ്ടതാകുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന സകല ദാനങ്ങളും നാം എപ്രകാരം വിശ്വസ്തരായി വിനിയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. യജമാനൻ വരുവാൻ താമസിക്കും എന്ന് ചിന്തിച്ച് അലസരായി തീരുവാനോ കടമകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി അവിശ്വസ്തരായി തീരുവാനോ ഇടയാകരുത്. ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ നാം ഏറ്റവും വിശ്വസ്തരായി എപ്പോഴും കണക്ക് ബോധിപ്പിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്ന വിളിക്ക് നാം യോഗ്യരായി തീരുകയുള്ളൂ. നമ്മുടെ യജമാനനായ ദൈവത്തിന്റെ മുമ്പാകെ ഏറ്റവും വിശ്വസ്തതയുള്ള ജീവിതം നയിപ്പാൻ നമ്മെ ഏവരെയും ദൈവം സഹായിക്കട്ടെ. ഇന്ന് വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളെ വിശ്വസ്തയോടെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ ഏറ്റവും വിശ്വസ്തരായിരിക്കാൻ അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ ഇഷ്ടം ചെയ്തുകൊണ്ട് അങ്ങയുടെ കയ്യിലെ ഇണങ്ങിയ പാത്രങ്ങളായി ശോഭിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുവാനും ദൈവനാമം മഹത്വപ്പെടുവാനും അങ്ങ് സഹായിക്കണമേ. കർത്താവിന്റെ വീണ്ടും വരവിങ്കൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി കേൾക്കത്തക്കവണ്ണം ഏറ്റവും വിശ്വസ്തയോടെ ഒരുങ്ങിയും ഉണർന്നും ജീവിപ്പാൻ ഞങ്ങളെ ഏവരെയും അങ്ങ് സഹായിക്കണമേ. യേശുക്രിസ്തു നിമിത്തം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ആമേൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വർഗീയനാദം.